സ്വാഗത ഭാഷണമാണ്. ഈ ചടങ്ങിന്റെ സംഘാടകനും കണ്ണൂർ ജില്ലയിലെ സാംസ്കാരിക പ്രവർത്തകനും രാഷ്ട്രീയ നേതാവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും സംസ്കാര സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ കെ പ്രമോദിനെ സ്വാഗതം ആശംസിക്കാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, ബഹുമാനായ ശ്രീ K സുധാകരൻ MP, വേദിയിൽ സന്നിധരായിട്ടുള്ള നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാർ, സംസ്കാര സാഹിതി വളരെ അഭിമാനപൂർവമാണ് R. ശങ്കറിന്റെ 117ാം ജന്മദിനാഘോഷം കൊണ്ടാടുന്നത്. നമുക്കറിയാം, R. ശങ്കർ എന്ന മഹാനേതാവ് കൊല്ലം ജില്ലയിൽ ജനിച്ചു. 1959 ഇന്ദിരാഗാന്ധി AICC പ്രസിഡന്റായിരുന്ന കാലത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ബഹുമാനായ ശങ്കർ സാർ മാറുകയായിരുന്നു. 57 മന്ത്രിസഭയ്ക്ക് ശേഷം, വിഭജന സമരത്തിന് ശേഷം 1960 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം MLA ആയത്. കണ്ണൂരിലെ അന്നത്തെ കോൺഗ്രസിന്റെ സാരഥികളായ കായത്ത് ദാമോദരേട്ടനും സാമുവൽ ആറോണും ഹരിദാസ് റെഡ്ഡിയും അടങ്ങുന്ന മൂവർ സംഘം അദ്ദേഹത്തെ കണ്ണൂരിൽ കൊണ്ടുവരികയും കണ്ണൂരിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിന് 57 തെരഞ്ഞെടുപ്പിൽ 41 വോട്ടിനാണ് C. കണ്ണൻ അന്ന് ജയിച്ചു പോയത്, CPMന്റെ സ്ഥാനാർത്ഥി. 60ൽ 9481 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് R. ശങ്കറിനെ ജയിപ്പിക്കുവാനും നിയമസഭയിലേക്ക് അയക്കുവാനും സാധിച്ചു. 1960 പട്ടുംതാണു പിള്ള മുഖ്യമന്ത്രിയായി വരികയും 62ൽ മൂന്നാമത്തെ കേരള നിയമസഭയുടെ മുഖ്യമന്ത്രിയായി ശ്രീ R. ശങ്കർ മാറുകയായിരുന്നു. ചുരുങ്ങിയ 716 ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിൽ അലങ്കരിക്കാൻ വേണ്ടി സാധിച്ചത്. ആ കാലയളവിനുള്ളിൽ കണ്ണൂരിന്റെ വികസന കാര്യങ്ങളിലും കേരളത്തിലെ ക്ഷേമകാര്യങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ അദ്ദേഹത്തിന് എടുക്കുവാൻ വേണ്ടി സാധിച്ചു. ഇന്ന് കാണുന്ന ക്ഷേമ പെൻഷനുകളും വിധവാ പെൻഷനും ആദ്യമായി നടപ്പിലാക്കിയത് ശ്രീ ശങ്കർ സാറായിരുന്നു. നമുക്കറിയാം, കണ്ണൂരിലെ SN കോളേജ് 18 ഏക്കർ സ്ഥലത്താണ് കണ്ണൂരിലെ SN കോളേജ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്ന് ജയിച്ചു പോയാൽ കണ്ണൂരിന് ഒരു തക്കതായ ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ സംഭാവന ചെയ്യുമെന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിട്ടുള്ളതായി രേഖയിലുണ്ട്. അത് പ്രകാരമാണ് കണ്ണൂരിൽ SN കോളേജ് നടപ്പിലാക്കിയത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ കണ്ണൂരിന് വേണ്ടി അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി സാധിച്ചു. പക്ഷെങ്കിൽ കോൺഗ്രസിലെ തന്നെ 15 MLA കൂടി PSP കൂടി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ആ അവിശ്വാസ പ്രമേയത്തിൽ പുറത്താവുകയായിരുന്നു. അവിശ്വാസ പ്രമേയത്തിൽ പുറത്താവുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയും ശങ്കർ സാറായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതലൊന്നും കടന്നു പോകുന്നില്ല.
മാത്രമല്ല ആർ ശങ്കറിന് കണ്ണൂരിൽ വേണ്ടുന്ന രീതിയിൽ ഒരു സ്മാരകം നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് 4 വർഷം മുന്നേ കണ്ണൂർ കോർപ്പറേഷൻ കൊടുത്ത ഒരു നിവേദനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നേ നമ്മുടെ ഡെപ്യൂട്ടി മേയർ, ഇന്നത്തെ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ നേതൃത്വത്തിൽ SNDPയുടെ സഹായത്തോടുകൂടി കണ്ണൂർ ടൗണിൽ നമുക്കൊരു പ്രതിമ സ്ഥാപിക്കാൻ സാധിച്ചു. ഇന്ന് കാലത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ ആ പ്രതിമയിൽ പുഷ്പാർച്ചന നടന്നിരുന്നു. ഇനിയും ഒട്ടനവധി സ്മാരകങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ നിർമ്മിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് നാം എല്ലാവരും മനസ്സിലാക്കുക. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഉദ്ഘാടകനും മുഖ്യ പ്രഭാഷകനും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാം ബഹുമാനായ AICCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ MPയെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ കണ്ണൂരിന്റെ പ്രിയപ്പെട്ട MP K സുധാകർ അവർകളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സാഹിതിയുടെ സംസ്ഥാന ചെയർമാൻ ബഹുമാനായ CR മഹേഷ് MLA ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ BA നാരായണൻ അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ണൂരിന്റെ പ്രിയപ്പെട്ട മേയർ അഡ്വക്കേറ്റ് P ഇന്ദിരയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ രാജീവൻ അയാവൂർ, T ജയകൃഷ്ണൻ, പൂക്കി രാജേഷ്, ബിജു ഉമർ, സുരേഷ് കൂത്തുപറമ്പ്, സുനിൽ മടപ്പള്ളി, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും നേതാക്കന്മാരെയും സംസ്ഥാന സാഹിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനായ സംസ്ഥാന ചെയർമാൻ CR മഹേഷ് MLA ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ മഹനീയമായ ചടങ്ങിന്റെ ഉദ്ഘാടനം നമ്മുടെയൊക്കെ പ്രിയങ്കരൻ, അഭിമാനം, പ്രത്യേകിച്ച് ഈ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു മലയാളിക്ക് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചാൽ, ഒരു സാധാരണക്കാരന്റെ മകനായി ജനിച്ചാൽ, പിന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഓർമ്മ ദിനം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സാധാരണക്കാരൻ ഒരു വലിയ സമുദായത്തിന്റെ പിൻബലമോ സാമ്പത്തിക പിൻബലമോ സംഘടിതമായ മറ്റേതെങ്കിലും ഒന്നിന്റെ പിൻബലമില്ലാതെ സ്വന്തം അധ്വാനത്തിൽ പ്രവർത്തിച്ച് നന്നേ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു ഒരാള് ഈ രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലപ്പത്ത് എത്രത്തോളം എത്താമോ എത്തുകയും ആ ചുമതലയിൽ പരിപൂർണമായും നീതി പുലർത്തുകയും നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ അധികാരത്തിന്റെ അപ്പകഷ്ടങ്ങൾ കണ്ടും പണത്തിന്റെ ആ മനം മയപ്പിക്കുന്ന പണത്തിന്റെ സ്രോതസ് കണ്ടും കേന്ദ്ര സർക്കാരിന്റെ പല ഏജൻസികളുടെയും നിരന്തരമായ ഭീഷണികൾക്ക് വഴങ്ങിയും പലരും കൂടുമാറി പോയപ്പോഴും ഈ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പടനായകന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന് പടച്ചിട്ട് തീർത്തുകൊണ്ട് അദ്ദേഹത്തിന് നേരെ വരുന്ന മുഴുവൻ അമ്പുകളും സ്വന്തം ശരീരത്തിലേക്കും സ്വന്തം മനസ്സിലേക്കും ഏറ്റെടുത്തുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തിന് രാജ്യം മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന മലയാളികൾക്ക് മുഴുവനായും അഭിമാനിക്കാവുന്ന പ്രത്യേകിച്ച് കണ്ണൂറുകാർക്ക് ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ അദ്ദേഹം ഈ ചടങ്ങിൽ എത്തിച്ചേർന്നത്
മഹാനായ ആർ ശങ്കറിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും ബഹുമാനവുമുള്ള നിരവധിയായ തിരക്കുകൾക്കിടയിലും സംസ്കാര സാഹിതി നടത്തുന്ന കേരളത്തിലെ എല്ലാ കാലത്തും ഇനി എത്ര കാലം കഴിഞ്ഞാലും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ആർ ശങ്കർ എന്ന മഹാനായ മനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കൊല്ലത്തുകാരനായ എനിക്ക് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് മത്സരിക്കുവാൻ ഇടം കൊടുത്തു, അദ്ദേഹത്തെ ജയിപ്പിച്ച് അദ്ദേഹത്തെ പോലെ ഏറ്റവും മഹാനായ ഒരു മനുഷ്യന് കേരളത്തിന് മുഖ്യമന്ത്രിയാകുവാൻ അവസരം കൊടുത്ത ഈ കണ്ണൂർ ജില്ലയിൽ ആ പരിപാടിയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ MP അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവരുകൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തെ സംസ്കാര സമിതി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുക. അപ്പോൾ ശ്രീ സുധാകരന്റെ സാന്നിധ്യമാണ്. അദ്ദേഹവും നമുക്ക് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാമാണ്. അദ്ദേഹം KPCC പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് സംസ്കാര സാഹിതി ഇടയ്ക്ക് വെച്ച് നിലച്ചുപോയ സാഹിതി തിയേറ്റേഴ്സ് പുനരാരംഭിക്കുന്നത്. അതിന് സഹായിച്ചത്, അതിന് നേതൃത്വം കൊടുത്തത്, തുടങ്ങാൻ അനുവാദം തന്നത് പ്രിയപ്പെട്ട സുധാകരനാണ്. ഇന്ന് ആ നാടകം അത് ഉദ്ഘാടനം ചെയ്ത് എറണാകുളം പാലാരിവട്ടം POC ശ്രീ KC വേണുഗോപാൽ MP-യാണ്. അദ്ദേഹത്തിന്റെ ആ ഉദ്ഘാടനം ചെയ്ത നാടകം ഇന്ന് 418ാമത്തെ വേദിയിലാണ് നമ്മുടെ നാടകം മുച്ചിട്ടുള്ളിക്കാൻ നമ്മൾ കളിക്കുന്നത് എന്ന് അഭിമാനത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. മലയാള നാടക ചരിത്രത്തിലെ ഈ സമകാലികമായിട്ടുള്ള എല്ലാ ചരിത്രം എങ്ങനെയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും ഇത്രയും അധികം വേദികൾ പിന്നിട്ട് ഒരു നാടകം ഉണ്ടായിരിക്കുന്നു. സന്ധ്യ മയങ്ങുന്ന നേരത്ത് അടുത്ത വലിയൊരു നാടകം ആരംഭിക്കുന്നു എന്ന് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ, ഒന്നാമത്തെ വെല്ലു മുഴങ്ങുമ്പോൾ ആയിരക്കണക്കിന് കാണികളുടെ കാതുകളിലേക്ക് കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന, ഒരു സാംസ്കാരിക പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഒരു നാടകത്തിന്റെ കർട്ടൻ പൊങ്ങുന്നിടത്തെല്ലാം ആള് കൂടുന്നു. നാടകം കഴിയുമ്പോൾ എല്ലാവരും അഭിമാനബോധത്തോടു കൂടി നാടകത്തെ അഭിനന്ദിച്ചുകൊണ്ട് കൈയടിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാംസ്കാരിക സംഘടനയെ സംബന്ധിച്ച് അഭിമാനിക്കാൻ ഇതിലും വലിയൊരു കാര്യമില്ല. ഇന്ന് നമ്മുടെ നാടക സമിതിക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നാടക സമിതിയുടെ വാഹനം സാഹിതി തിയേറ്റേഴ്സിന്റെ സ്വന്തമായ വാഹനം, അത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ശ്രീ KC വേണുഗോപാലാണ്. അങ്ങനെ അഭിമാനകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക പ്രസ്ഥാനം കടന്നു പോകുന്നത് എന്നുള്ളതും സന്ദർഭവശാൽ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. നടത്തിയിട്ടുള്ള പരിപാടികളുടെ എണ്ണവും പരിപാടികളെ സംബന്ധിച്ചുള്ള വിശദീകരണവും നടത്തുവാൻ പറ്റിയ വേദിയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സംഘടന നടത്തിയതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഒരു പരിപാടിയാണ് ഈ ആർ ശങ്കർ അനുസ്മരണം. അതിന് ഞാനിപ്പോ ഇന്ന് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഇതിന്റെ മുഴുവൻ സംവിധാനങ്ങളും ചെയ്തത് ശ്രീ പ്രമോദേട്ടനും ഇവിടെയുള്ള നമ്മുടെ സംസ്കാര സാഹിതിക സഹോദരന്മാരുമാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ കടന്നു വന്നവരെല്ലാം KPCCയുടെ നേതാക്കന്മാരും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമാണ്. അദ്ദേഹത്തിന്റെ സമയപരിമിതി, നേതാക്കന്മാരുടെ സമയപരിമിതി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. കാലം എത്ര കഴിഞ്ഞാലും കരുത്തുറ്റ ഒരു നേതാവായി മാത്രമേ നമുക്ക് ആർ ശങ്കറിനെ കാണാൻ സാധിക്കൂ. വിദ്യാഭ്യാസം കൊണ്ട് വിപ്ലവം തീർക്കാൻ കഴിയുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ശ്രീനാരായണ ഗുരു. ഒരാളിനെ ഗുരുവായി നമ്മൾ അംഗീകരിക്കുമ്പോൾ ദൈവതുല്യമായ വചനങ്ങൾ പറഞ്ഞ ആളിനെയാണ് എല്ലാ കാലത്തും ഗുരുവായി നമ്മൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവിനെ ഗുരുദേവൻ എന്ന് മുഴുവൻ ആളുകളും കാണുന്നത്. ലോകത്തിന്റെ ഗുരുവായി മാറിയ ശ്രീനാരായണ ഗുരു ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ മുദ്രാവാക്യമാണ്, ഏറ്റവും വലിയ ദർശനമാണ്, ഏറ്റവും വലിയ ആദർശമാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നത്. ഒരു വ്യക്തിക്ക് വിദ്യ കൊണ്ട് മുമ്പോട്ട് വരാൻ, ആ വ്യക്തികളിലൂടെ ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന്, ഒരു വിഭാഗത്തിന് വിദ്യ കൊണ്ട് മുന്നോട്ട് വരാം എന്ന് പറഞ്ഞ പ്രഖ്യാപനം അക്ഷരം പ്രതി ഏറ്റെടുത്തത് ആർ ശങ്കർ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ. അദ്ദേഹം അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. പ്രമോദത്തെ സൂചിപ്പിച്ചു. ഇന്ന് തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിൽ ആരംഭിച്ചത് ആർ ശങ്കർ എന്ന് പറയുന്ന മനുഷ്യനാണ്. അതിപ്പോഴത്തെ പോലെ സമ്പത്തിന്റെ സുവർണമായ കാലഘട്ടമായിരുന്നില്ല. പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ ഒരു സമൂഹത്തിന് മുമ്പിൽ
വീട് വീടാന്തരം കയറിയിറങ്ങി കുടിയേറി വിരിച്ചും തേങ്ങ വിരിച്ചും പടുത്തുയർത്തിയതാണ് ചെറിയ ചില്ലറ നാണയങ്ങൾ. ആ നാണയത്തിൽ വിയർപ്പും കണ്ണീരിന്റെയും ഒരു ജനതയുടെ അതിന്റെ അംശമുണ്ടായിരുന്നു. അങ്ങനെ സമാഹരിച്ച പണം കൊണ്ടുണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. കൊല്ലം ശ്രീനാരായണ കോളേജ് ഉൾപ്പെടെ ഇവിടുത്തെ കോളേജ് ഉൾപ്പെടെ മുഴുവൻ കോളേജുകളിലും പല ആരാധനാലയങ്ങളും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യന് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോഴും ആർ ശങ്കർ ആരംഭിച്ച ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടുകയായിരുന്നു. അവിടുത്തെ ബെഞ്ചിലിരുന്ന് അവിടുത്തെ അലമാരയിൽ നിന്നും ചില്ലിട്ട അലമാരയിൽ നിന്നും എടുത്ത് ചിതലരിച്ച പുസ്തകത്താളുകളിൽ നിന്ന് നേടിയെടുത്ത അറിവാണ് എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയമായി, സാമൂഹികമായി, സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി കേരളത്തിൽ മുമ്പോട്ട് വരുവാൻ സാധിച്ചത്. അപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ ഒരു വിപ്ലവം തീർത്ത മഹാനായ മനുഷ്യനാണ് ശ്രീ ആർ ശങ്കർ. ആർ ശങ്കറിനെ വേണ്ടുന്ന വിധത്തിൽ ആദരിക്കപ്പെടുന്നില്ല, വേണ്ടുന്ന വിധത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സംസ്കാര സാഹിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ആർ ശങ്കറാക്കി മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി മാറ്റിയ ഈ കണ്ണൂർ ജില്ലയിൽ, പ്രത്യേകിച്ച് ഇവിടെ വെച്ച് തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ കൊണ്ട് തന്നെ ശ്രീ KC വേണുഗോപാൽ MP കൊണ്ട് തന്നെ ഈ ആർ ശങ്കറിനെ ഓർക്കുവാനുള്ള ചടങ്ങ് സംഘടിപ്പിച്ചത്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. വളരെ മഹത്തരമായ, വളരെ മനോഹരമായ ഈ ചടങ്ങ് സംഘടിപ്പിച്ച സംസ്കാര സാഹിതികൾ ഇവിടുത്തെ ഈ കണ്ണൂരിലെ മുഴുവൻ നേതാക്കന്മാരോടും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, സ്നേഹം അറിയിച്ചുകൊണ്ട്, വളരെ പെട്ടെന്നുള്ള അറിയിപ്പായിട്ട് കൂടി ഈ നിറഞ്ഞ സദസ്സോടെ ഉണ്ടാക്കി തരാൻ സഹായിച്ച നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെയൊക്കെ പ്രിയങ്കരൻ കേരള സംസ്ഥാനം, നമ്മുടെ നാട് ദേശീയ രാഷ്ട്രീയത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട, എല്ലാ കാലത്തും പാർട്ടിയുടെ മൂല്യങ്ങൾ, ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള, പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും തന്മയത്വത്തോടുകൂടി ഒരു ഇലവീഴുന്ന നിശ്ചയത്തോടുകൂടി തന്റെ പാർട്ടിക്ക് കോട്ടം വരുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി പെരുമാറുന്ന ഈ പ്രസ്ഥാന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി കേരളത്തിൽ മുന്നോട്ട് നയിക്കുന്ന, ഇന്ത്യയിൽ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MP നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുവാൻ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സമൂഹനമായിട്ടുള്ള അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ചെയർമാൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള CR മഹേഷ് MLA, ഇവിടെ മുഖ്യാതിഥിയായിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കേരളത്തിൻ്റെയും കണ്ണൂരിൻ്റെയും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നേതാവ് ശ്രീ സുധാകരൻ, പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, പ്രിയങ്ക KPCC ട്രഷറർ ശ്രീ VA നാരായണൻ, കണ്ണൂർ നഗരസഭാ അധ്യക്ഷ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് P. ഇന്ദിര, പ്രിയപ്പെട്ട ശ്രീ MP പ്രദീപ് കുമാർ, ശ്രീ രാജീവ് നിളയാട്, ശ്രീ ജയകൃഷ്ണൻ, മുക്കിരി രാജേഷ്, ബിജു, സദസ്സിലിരിക്കുന്ന ഓരോരാളുടെയും പേരെടുത്ത് പറയത്തക്കവണ്ണം പ്രാമാണികത്വമുള്ള രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ സഹോദരിമാരൊക്കെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സഹോദരൻ, ആർ ശങ്കരൻ്റെ 117ാമത് ജന്മദിനം കണ്ണൂരിൽ ഇങ്ങനെ സമുചിതമായി ആഘോഷിക്കാൻ നേതൃത്വം കൊടുത്ത സംസ്കാര സാഹിതിയെ ആദ്യമായിട്ട് തന്നെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. കാരണം ആർ ശങ്കരനെ കുറിച്ച് നോക്കുമ്പോൾ, ശങ്കർ സാറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ പലപ്പോഴും കേരളം ഓർമ്മിക്കുക കൊല്ലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം തട്ടക്കുന്ന നിലയിലായിരുന്നു. അദ്ദേഹം ജനപ്രതിനിധിയാകുന്നത് ഈ കണ്ണൂർ പട്ടണത്തിലാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ഭരണ രംഗങ്ങളിൽ
നിർണായകമായിട്ട് അദ്ദേഹത്തിന് നിലകൊള്ളാൻ സാധിച്ചത് കണ്ണൂരിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിലാണ് എന്നുള്ളത് കണ്ണൂരുകാർക്കും അഭിമാനം നൽകുന്ന ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഈ ചടങ്ങ് ഉപകരിക്കും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് സംസ്കാര സമിതി അതിന് മുൻകൈ എടുത്തതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സമിതി കേരളത്തിലൊരു ധാരണയുണ്ടായിരുന്നത് വർത്തമാനകാല സാഹിത്യ സാംസ്കാരിക ചരിത്രങ്ങളിലെല്ലാം തന്നെ ഇടപെടാൻ പറ്റുന്നത് കോൺഗ്രസ്സുകാർക്കല്ല, കോൺഗ്രസിനെ ഇടപെടാൻ പറ്റുന്ന മുഖമൊന്നുമില്ല എന്നുള്ള വ്യാപകമായ പ്രചരണമായിരുന്നു. എഴുതാനും വായിക്കാനും അറിയാത്തവരാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതല്ല യാഥാർത്ഥ്യമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എഴുതാനും വായിക്കാനും അറിയുന്നവർ എഴുതുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ആ എഴുത്തും വായനയും നൽകുന്ന മഹത്തരമായിട്ടുള്ള ബൗദ്ധിക ശക്തി തെറ്റുകളോട് പ്രതികരിക്കാൻ ഉപകരിക്കുമ്പോഴാണല്ലോ വായനയുടെ ഗുണവും അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഗുണമൊക്കെ നമ്മൾ അറിയാൻ കഴിയുന്നത്. അടിമവേല ചെയ്യാൻ വേണ്ടി എഴുത്തും വായനയും പഠിക്കേണ്ട കാര്യമില്ലല്ലോ. വർത്തമാനകാലത്ത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഒക്കെ തന്നെ നമ്മളൊക്കെ കുറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം സത്യങ്ങൾക്ക് അപവാദമുണ്ടാക്കി കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ എഴുതുകയും വായിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളത് സത്യമാണെങ്കിലും പുറത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ശ്രീ മഹേഷിനെ പോലെയുള്ള ഒരു വളരെ എനിക്ക് അഭിമാനം തോന്നാറുണ്ട് പലപ്പോഴും. അത് ഏറ്റെടുത്ത ഒരു നാടക കമ്പനി കോൺഗ്രസിന് നാടകം നടത്താനാകും എന്നെല്ലാവരും ചോദിച്ചത്. 450ഓളം സ്റ്റേജിൽ ഒരു നാടകം നടത്തുക എന്ന് പറഞ്ഞാൽ അതും എല്ലാം ഇപ്പം എൻ്റെ അടുത്ത് ശുപാർശ വരുന്നത് സത്യത്തിൽ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ശുപാർശ പറയുന്നത് കോളേജ് അഡ്മിഷൻ വേണം അല്ലെങ്കിൽ ജോലിക്ക് വേണം മറ്റു കാര്യങ്ങൾ. പക്ഷേ നാടകം ബുക്ക് ചെയ്യാൻ ശുപാർശ വരുന്നത് ഒരു കാലത്ത് ഇപ്പം വന്നിരിക്കുന്നത് ഈ കാലത്താണ്. അത്രയും ബുക്കിംഗ് ആണ് ആധാരത്തിൽ. അപ്പോൾ അതിനകത്ത് ഞാൻ വ്യക്തമായി പറയുന്നത് ഒരു വളരെ ഇനീഷ്യേറ്റീവായിട്ടുള്ള മഹേഷിൻ്റെ നേതൃത്വം തന്നെയാണ്. ആ മഹേഷിത്വമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ജോലി ഏൽപ്പിച്ചാൽ എങ്ങനെ ചെയ്തു തരാൻ പറ്റുമെന്നുള്ളത് ഉദാഹരണമായിരുന്നു ഈ സാംസ്കാരിക സമിതിയുടെ ഈ ചടങ്ങുകൾ തന്നെയാണ്. ഞാൻ കണ്ണൂരിലെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിന് സത്യത്തിലൊരു കോൺഗ്രസ് നാട്ടിന് അസൂയ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസ്സുകാർ നടത്തുന്ന ചടങ്ങിനേക്കാൾ ഉജ്ജ്വലമായി ചടങ്ങ് മാറ്റപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നാട്ടിന് അസൂയ തോന്നുന്നത് എന്ന് നീ പറയുന്നതാണ് എനിക്ക് ഞാൻ രേഖപ്പെടുത്താം. അപ്പോൾ എന്തായാലും ആശങ്കറിന് വേണ്ടി ഇത്തരം ഒരു സംരംഭം ഒരുക്കിയ കണ്ണൂരിലെ സംഘാടകരെയും ഞാൻ അങ്ങേറ്റം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ശങ്കർ സാറിൻ്റെ സംഭാവന. സത്യത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ കേരളത്തിൽ ആഹ്വാനിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളും ആദർശങ്ങളും ഭരണതലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും ആദ്യം മുൻകൈയെടുത്ത ഭരണാധികാരി ആര് എന്ന ചോദ്യത്തിന് ഉത്തരവാണ് ശങ്കർ സാർ. ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. അമ്പലത്തിൽ പോലും പോകാൻ, ഒരു പ്രത്യേകമായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് കടക്കാൻ ഒരു പ്രത്യേകം സമൂഹത്തിന് മാത്രമേ അവകാശമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അധികാരത്തിൻ്റെ ഇടനാടുകളിലേക്ക് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സാധാരണക്കാർക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം. കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ മാറ്റങ്ങൾ നമ്മൾ കണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം. ഐക്യവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പരസ്പരം കണ്ടുകൂടാത്ത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച അത്രയും സാമൂഹ്യമായിട്ടുള്ള വിവേചനം നിലനിന്ന ഒരു നാട്ടിൽ ആദ്യ മുഖ്യമന്ത്രി മാറി കഴിഞ്ഞാൽ ആദ്യം കഴിഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രിയാകാൻ ശ്രീ ശങ്കർ സാർ വരുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കിയ ചലനം നിസ്സാരമല്ല, സാമൂഹ്യ രംഗത്തുണ്ടാക്കിയ ചലനം നിസ്സാരമല്ല. അദ്ദേഹത്തിൻ്റെ വന്ന വഴികളിലേക്ക് നമ്മളൊന്ന് യാത്ര ചെയ്താൽ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കും. കാൽനടയായി നടന്ന് യാത്ര, ചെരുപ്പിടാതെ കാൽനടയായി നടന്ന് യാത്ര ചെയ്ത് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. വിദ്യാഭ്യാസം നടത്തി അങ്ങനെയായിരുന്നു. രസതന്ത്രത്തിൽ അദ്ദേഹം സ്വന്തം അന്നത്തെ നാട്ടിൽ ഒരു ബിരുദധാരി ഉണ്ടാവുക എന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം മാത്രമായിരുന്നു ആ കാലത്ത്. കെമിസ്ട്രിയിൽ ബിരുദം, പിന്നീട് ലോ എഡ്യൂക്കേഷൻ, അത് കഴിഞ്ഞ് അധ്യാപകനായി ജോലി കിട്ടി. ആ ജോലി വേണ്ട എന്ന് അദ്ദേഹം വെച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും തീച്ചൂളയിൽ എടുത്തു നിൽക്കാൻ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു അധ്യാപകനാവുക എന്ന് പറയുന്ന സർക്കാർ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളാണ്. അതും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആളാണ് ശങ്കർ സാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് ദിവാൻ ഭരണകാലം
ആ ദിവാൻ ഭരണകാലത്തെ ദിവാന് മനസ്സിലായി ശങ്കർ സാറിന്റെ ശക്തി, ശങ്കർ സാറിന്റെ വൈദഗ്ധ്യം. അതുകൊണ്ട് അദ്ദേഹത്തെ പാട്ടിലാക്കാൻ വേണ്ടി ഭരണാധികാരികൾ എല്ലാ കാലത്തും ചെയ്യുന്നതുപോലെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ പല രീതികളുണ്ട്. ആ രീതികളിൽ ഒന്നായിട്ട് ഉപയോഗിക്കുന്ന കൂടുതൽ അധികാര സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തിന്. ആ അധികാര സ്ഥാനങ്ങളെയെല്ലാം ഈ അധികാരത്തിൻ്റെ എച്ചിലിലകൾ എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ പ്രസ്ഥാനമാണ് വലുത്, എൻ്റെ നാടാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ധീരമായി പടപൊരുതി അത്തരം സ്ഥാനമാനങ്ങളെ വലിച്ചെറിഞ്ഞ ആളാണ് ആർ ശങ്കർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്ക് വായിച്ച് മനസ്സിലാക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുമ്പോൾ സാധിക്കും. ഇവിടെ പറയേണ്ടായി എസ്.എൻ. കോളേജ്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഇവിടെ പലരും പെൻഷനെ കുറിച്ച് അവകാശവാദം ഉന്നയിക്കാറുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ഏറ്റവും വലിയ വിവാദം എന്തായിരുന്നു പെൻഷൻ. ആരാണ് പെൻഷൻ കേരളത്തിൽ കൊണ്ടുവന്നത്? വാർദ്ധക്യ കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിതത്തിലിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ സായാഹ്ന കാലഘട്ടമാകുമ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വാർദ്ധക്യകാല പെൻഷൻ ഇൻട്രോഡ്യൂസ് ചെയ്തവരാണ് ആർ ശങ്കർ. വിധവാ പെൻഷൻ, ഭർത്താവ് മരിച്ചു പോകുന്ന സ്ത്രീക്ക് കൈത്താളം കൊടുക്കണം സർക്കാർ, ഭർത്താവ് മരിച്ചു പോകുന്ന സ്ത്രീക്ക് കൈതാൾ കൊടുക്കണം സർക്കാർ എന്ന് മനസ്സിലാക്കി വിധവാ പെൻഷൻ ഇൻട്രോഡ്യൂസ് ചെയ്തവരാണ് ആർ ശങ്കറാണ്. അതുപോലെ തന്നെ ശാരീരികമായി വ്യത്യസ്തതകളുള്ളവർക്ക് അവർക്ക് സഹായം കൊടുക്കണമെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പെൻഷൻ കൊടുത്തത് ആരാണ്? ആർ ശങ്കർ ഗവൺമെന്റാണ്. ഇപ്പൊ പെൻഷനെ കുറിച്ച് വലിയ വാദങ്ങളും കോലാഹലങ്ങളൊക്കെ നടത്തി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കാര്യം ഞാൻ കണ്ട് ഇപ്രാവശ്യം സർക്കാർ വലിയ പെൻഷൻ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറയുന്ന അവസ്ഥ വരെ പലയിടത്തും ഉണ്ടായിരുന്നു. പ്രചരണം, ആ പ്രചരണം ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും വിശ്വസിച്ചില്ല എന്ന് 4-ാം തീയതി മനസ്സിലാവും നമുക്ക് എന്തായാലും. അപ്പൊ അതുകൊണ്ട് അത്തരം പെൻഷൻ എന്ന് പറയുന്ന ആശയം ഈ രാജ്യത്തെ ഇത്തരം സഹായം, സർക്കാരിന്റെ സഹായം ഇത്തരം ആളുകളിലേക്ക് എത്തണം. ഏറ്റവും പ്രയാസപ്പെടുന്ന, ഏറ്റവും വിഷമിക്കുന്ന സഹായം എത്തേണ്ട കരകളിലേക്ക് അത് എത്തണം എന്നുള്ള ആശയം സർക്കാരിന്റെ ആശയമാക്കി കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുമെന്നുള്ളത് സംശയമില്ല. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പരിഷ്കാരങ്ങൾ നമുക്കറിയാം. അദ്ദേഹം വ്യവസായ വകുപ്പ് കയറി KSIDC, ഇന്ന് കാണുന്ന KSIDC ആരും കൊണ്ടുവന്നതാണ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നമ്മൾ കാട്ടുകൂട്ടത്ത് കാണുന്ന ഒരു സൈനിക സ്കൂൾ ഉണ്ടല്ലോ കേരളത്തിൽ, ആരും കൊണ്ടുവന്നതാണ് ആർ ശങ്കർ സാർ കൊണ്ടുവന്നത്. ഇവിടെ പറഞ്ഞു കൊല്ലം എസ് എൻ കോളേജിൽ, കണ്ണൂർ എസ് എൻ കോളേജിന്റെ കാര്യം പറഞ്ഞു. കൊല്ലം എസ് എൻ കോളേജ് മഹേഷിയുടെ പറഞ്ഞത് കറക്റ്റാണ്. തോർത്ത് വിരിച്ചിട്ട് പണക്കാരന്റെ പണം കൊണ്ട് എനിക്ക് കോളേജ് ഉണ്ടാക്കണ്ട, വേണമെങ്കിൽ അന്ന് വിചാരിച്ചാൽ വലിയ പ്രമാണിമാരോട് ചോദിച്ചാൽ വേണമെങ്കിൽ ആ പണം കൊണ്ട് മാത്രം കോളേജ് ഉണ്ടാക്കാമായിരുന്നു. അതുണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് തോർത്ത് വിരിച്ച് കശുവണ്ടി തൊഴിലാളിയുടെയും കയർ തൊഴിലാളിയുടെയും ചില്ലിക്കാശ് കൊണ്ടുവന്ന് വിനയത്തെ വീട്ടിലെ തേങ്ങയും അരിയും ഒക്കെ സംഭരിച്ച് ഉണ്ടാക്കിയ കോളേജാണ് കൊല്ലം നാരായണ കോളേജ്. പിന്നെ എത്ര കോളേജുകൾ, എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. SN ട്രസ്റ്റ് അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. SN ട്രസ്റ്റിന് കീഴിലാണ് ഇത്തരം കോളേജുകൾ ഉണ്ടായത്. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഗുരുദേവന്റെ ആശയങ്ങളെ യഥാർത്ഥമായ അർത്ഥത്തിൽ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ആർ ശങ്കർ സാർ ഒരു വിട്ടുവീഴ്ചയും നടത്തിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. വിദ്യ കൊണ്ട് സമ്പന്നനാകാനുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേനം വാഴുന്ന മാതൃകാ വാക്യമാണിത് എന്ന അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെ ജീവിതത്തെ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സത്യത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാവായിരുന്നു ശങ്കർ സാർ എന്നത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ശങ്കർ സാറിന്റെ അദ്ദേഹം എടുത്തുവരുത്തിയ SNDP പ്രസ്ഥാനം, ആ പ്രസ്ഥാനം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും എല്ലാവരെയും ഒന്നിച്ചു കാണാനും അല്ലാതെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്രസ്ഥാനമായിട്ടല്ല ആർ ശങ്കർ സാർ ഇതിനെ കൊണ്ടുവന്നത് എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളും അതായിരുന്നു. ആ ആശയങ്ങൾക്കനുസരിച്ചായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത് എന്ന് അനുസ്മരിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് സംശയമില്ല. അദ്ദേഹത്തിന്റെ അത്തരം സംഭാവനകളെ നമുക്കൊരു കാലത്തും മറന്നു പോകാൻ പാടില്ലാത്തതുമാണ് എന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ആർ ശങ്കരന്റെ പറഞ്ഞാൽ ഒരുപാട് തീരാത്ത ഒരുപാട് KPCC പ്രസിഡന്റ് ആയിരുന്നു, പാർട്ടി പ്രസിഡന്റ്. കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടുള്ള കെട്ടുറപ്പിനെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കോൺഗ്രസ് ചരിത്രത്തിൽ നിർണായകമായിട്ട് എഴുതപ്പെടുമെന്നതിൽ സംശയമില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി, ആർ ശങ്കർ PCC പ്രസിഡന്റ്, അവർ തമ്മിലുള്ള വ്യക്തിബന്ധം നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ശങ്കർ സാറും നെഹ്റുജിയും തമ്മിലുള്ള ബന്ധം
വളരെ ദൃഢമായിരുന്നു. അതുകൊണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അന്ന് ശങ്കർ സാർ ഒന്ന് പോയാൽ പണ്ഡിറ്റ്ജി നോ എന്ന് പറയാത്തൊരു കാലം, എല്ലാം കേരളത്തിന് വേണ്ടി നേടിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം അങ്ങനെ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഭരണാധികാരി, രാഷ്ട്രീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവും എന്നൊക്കെ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന നേതാവാണ് ആർ ശങ്കർ എന്നുള്ളൊരു സംശയമില്ല. ആർ ശങ്കർ സത്യത്തിൽ അദ്ദേഹത്തിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് എൻ കോളേജിലെ മഹേഷ് പറഞ്ഞത് കറക്റ്റാണ്. കോളേജ് അഡ്മിഷൻ ഏത് ജാതിക്ക് കൊടുക്കണം, ഏത് സമൂഹത്തിൽ നോക്കാറില്ല. ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് ഒരു കോളേജ് അഡ്മിഷൻ വേണമെങ്കിൽ അതിന് ശങ്കർ സാറിന്റെ ഇടപെടലുണ്ടായിട്ടുണ്ടെന്ന് പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും വായിക്കാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു വേദിയാക്കി ശ്രീനാരായണ കോളേജുകളെ മാറ്റുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്കുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അപ്പോൾ വർത്തമാനകാല രാഷ്ട്രീയം ആർ ശങ്കറിനെ പോലെയുള്ള സാമുദായിക നേതാവ് മാത്രമല്ല, രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി, അദ്ദേഹത്തിനെ പോലുള്ള ആളുടെ സേവനങ്ങളെ ഓർമ്മിക്കേണ്ടത് അനിവാര്യതയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടതിൽ സന്തോഷം തോന്നുകയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള ആവശ്യകത തിരിച്ചു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള എന്നാണ് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു തലമുറക്കും വളരാൻ ആഗ്രഹിക്കാനേ അർഹതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വളരാനും വികസിക്കാനും ഏറ്റവും അർഹതയുള്ള എഡ്യൂക്കേഷന് മാനങ്ങൾ ഒരുപാടുണ്ട്. ആ മാനങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ആളുകളെ വിദ്യാഭ്യാസത്തിൻ്റെ കാലശക്തിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ച മഹാനായിട്ടുള്ള ആർ ശങ്കർ സാറിൻ്റെ സേവനങ്ങൾ ഇപ്പോഴും നമുക്ക് അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാട് ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ രംഗത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് വിദേശത്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വിദേശത്ത് പോയാലോ അവർക്ക് അവസരങ്ങളുണ്ടോ? ഇവിടെ ഈ നാട്ടിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല. പുതിയ വിദ്യാഭ്യാസ രീതികളെ കുറിച്ചുള്ള പഠനമില്ല. സ്കിൽ ഡെവലപ്മെന്റുകളെ കുറിച്ച് കാര്യമായിട്ടുള്ള വിജ്ഞാനങ്ങളില്ല. ഇതെല്ലാം വന്നു പോയിരിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയിലാണ്, ജെൻസി പോപ്പുലേഷനാണ്. അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്താണ് കേരളം നൽകാൻ വേണ്ടി പോകുന്നുള്ള ചോദ്യത്തിന് അതിനവർക്ക് ഉത്തരം കൊടുക്കേണ്ടത് ഏറ്റവും കോമ്പറ്റൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടായിരിക്കണം. വർത്തമാനകാലത്ത് വെല്ലുവിളികളെ നേരിടേണ്ട അടക്കമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് അവരെ പ്രാപ്തരാക്കിക്കൊണ്ടായിരിക്കണം. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടുന്ന് പലായനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പലായനം പരിഹാരമാണോ പരിഹാരമല്ല എന്നത് തിരിച്ചറിയുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ശങ്കർ സാറിൻ്റെ ദീർഘവീക്ഷണം, ആഴത്തിലുള്ള കാഴ്ചപ്പാട് അന്നത്തെ കാലത്ത് തീരുന്നുണ്ടായിരുന്നെങ്കിൽ വർത്തമാന കാലത്ത് അത്തരം ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുകളും ചിന്താഗതികളും ഇടപെടലുകളും ആവശ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അഭിമാനം തോന്നുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരൻ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആർ ശങ്കറിനെ ജയിപ്പിച്ച മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് അഭിമാനമായി നിൽക്കാൻ കഴിയുന്നതാണ്. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വലുതാണ്. കേരളത്തിലെ സാമൂഹ്യമായിട്ടുള്ള അവസ്ഥകൾക്ക് ഒരു പരിധി വരെ ഉണ്ടാക്കാൻ, പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ നമുക്ക് അഭിമാനകരമാണ് എന്ന് അനുസ്മരിച്ചുകൊണ്ട് ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഒരു സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ മുഖ്യ അതിഥിയായി ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ആദരണീയനായ നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ നേതാവ് ശ്രീ കെ സുധാകരൻ MP അവരുടെ ക്ഷണിച്ചു. വേദിയിലെ ആരാധ്യരായ നേതാക്കൾ ശ്രീ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, ഇത്രയും നല്ലൊരു സദസ്സ്, ഈ സദസ്സ് ഒരു വിദ്യാസമ്പന്നരുടെ സദസ്സാണ് എന്ന് എടുത്തു പറയുന്ന സദസ്സ്. ആ വിദ്യാസമ്പന്നത ഇവിടെ ഊട്ടി ഉറപ്പിച്ചത് ഇന്ന് നമ്മുടെ സംസാര വിഷയത്തിന് വിധേയരായ നമ്മുടെ നേതാവാണ്. അദ്ദേഹമാണ് ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ മേലോട്ടമുണ്ടാക്കിയത്. നമുക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസം മാത്രമല്ല, ഇവിടെ കേരളത്തിൽ വിദ്യാഭ്യാസം, അതുവഴി വീടുകളിൽ നിന്നുള്ള കുട്ടികളുടെ ജോലി, യുവാക്കളുടെ ജോലി, യുവാക്കൾ ജോലിയിൽ ഇപ്പോൾ കടന്നു പോയതുകൊണ്ട് ഓരോ വീടും
സാമ്പത്തികമായി ഭദ്രതയുള്ള വീടായി ഈ ജില്ലയിലെ വീടുകൾ മാറിയിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ ഓർമ്മിക്കണം. കഷ്ടപ്പെടുന്ന കുടുംബത്തിൻ്റെ അകത്ത് ഒരു വഴികാട്ടിയായി എൻ്റെ കുട്ടികൾ പഠിച്ച് വിദ്യാഭ്യാസമ്പന്നരായി ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സ് കൊടുത്ത എത്രയോ രക്ഷിതാക്കളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ നേട്ടം സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നേട്ടം അത് കാലഘട്ടം തന്നതാണ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ശങ്കർ നേതാവ്, എൻ്റെ പ്രിയപ്പെട്ട ശങ്കർജി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ ഓർക്കണം. മരിക്കുന്നതുവരെ നമുക്ക് ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്ന് ഞാൻ സ്നേഹത്തോട് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ ശങ്കരനെ പോലത്തെ ഒരു നേതാവിനെ നമുക്ക് കാണില്ല. ഇവിടെ SN കോളേജ് ഉണ്ടായി. SN കോളേജ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ചെറിയ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെ എല്ലാം മറികടക്കാൻ വേണ്ടി നല്ല വിദ്യാസമ്പന്നരായ കുട്ടികൾക്ക് SN കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ നമ്മുടെ നാട് ഉണർന്നു എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ വീടുകളിലെ കുട്ടികളൊക്കെ കൂലിപ്പണിക്കും വീടിപ്പണിക്കും അതുപോലെ മരമുറിക്കാനും ഒക്കെ പോയ കുട്ടികൾ അവരൊക്കെ സ്കൂളിൽ കോളേജിൽ പോയി ചേർന്ന് പഠിച്ച് അവരൊക്കെ വിദ്യാസമ്പന്നരായി പുറത്തുപോയി, വിദേശത്ത് പോയി, ഫാക്ടറികളിൽ പോയി ജോലി ചെയ്ത് ഈ നാടിന്റെ മുഖച്ഛായ മാറ്റി ഈ കണ്ണൂരിന്റെ മുഖം നമ്മൾ ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത മുഖമായി കണ്ണൂരിന്റെ മുഖം മാറ്റിയെടുത്തതിന്റെ പിറകിൽ നമുക്ക് മറക്കാൻ സാധിക്കാത്ത വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ആർ ശങ്കർ. അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിനകത്ത് തത്തിക്കളിക്കട്ടെ. ഈ നാടിന്റെയും നാട്ടാരുടെയും ആത്മാവിന്റെ അകത്ത് എന്നും കുടികൊള്ളുന്ന ഒരു വിചാരമായി അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ഓർമ്മകളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ കടന്നു വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് നമുക്കതിനൊരു വഴി തുറന്നു തന്ന ശ്രീ വേണുഗോപാലിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ്. അടുത്തതായി സംസാരിക്കാൻ ബഹുമാനായ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ലക്ഷ്മി. പ്രിയങ്കരായ അധ്യക്ഷൻ, ഏറെ ബഹുമാനായ AICCയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, K സുധാകരൻ MD, ബഹുമാനായ മറ്റ് സംസ്കാര സാഹചര്യത്തിന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇനി ഇവിടെ ഒരു പ്രസംഗത്തിന്റെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ബഹുമാനായ KC വേണുഗോപാലും K സുധാകരൻ MDയും CR മഹേഷും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു, കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. ഇന്ന് നമ്മൾ രാവിലെ മുതലേ കണ്ണൂരിൽ ആർ ശങ്കറിന്റെ അനുസ്മരണ പരിപാടികൾ നടന്നു വരികയാണ്. രാവിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രമോദ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂര് കോർപ്പറേഷന്റെ പരിധിയിൽ കോർപ്പറേഷൻ നിർമ്മിച്ച ആർ ശങ്കറിന്റെ സ്മൃതി മണ്ഡപത്തിൽ അവിടെ നമ്മൾ പുഷ്പാർച്ചന നടത്തി. ഇന്ന് സംസ്കാര സാഹിത്യയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ വിപുലമായുള്ള ഒരു അനുസ്മരണ സമ്മേളനം നമ്മൾ നടത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ സംസ്കാര സാഹിത്യയുടെ നേതൃത്വത്തിൽ, സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താനുണ്ടായ കാരണം ഇവിടെ സൂചിപ്പിച്ചു. കണ്ണൂര് ജന്മം കൊണ്ട് കണ്ണൂരല്ല എങ്കിലും കർമ്മം കൊണ്ട് കണ്ണൂരിന്റെ പ്രവർത്തന മേഖലയായിരുന്നു കണ്ണൂരായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കണ്ണൂരിൽ നിന്ന് വിജയിച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. ആ മുഖ്യമന്ത്രി എന്ന നിലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടെ നടപ്പിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് വീണ്ടും ഞാൻ സംസാരിക്കുന്നില്ല. കാരണം എത്രയോ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ 60 കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആ ദീർഘവീക്ഷണം നമ്മൾ കാണേണ്ടതായിട്ട്. ഇന്നും ഈ പെൻഷനുകളെ ഇവിടെ കേസ് ഇവിടെ സൂചിപ്പിച്ചു, സംസാര വിഷയം. പക്ഷെ അന്ന് അത് നടപ്പിലാക്കാൻ ആർജവം കാണിച്ച ഒരു വ്യക്തിത്വമാണ് ആർ ശങ്കർ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി
അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായി, KPCC പ്രസിഡന്റായി, അതുപോലെ തന്നെ SN ട്രസ്റ്റിന്റെ ചെയർമാനായി, പ്രസിഡന്റായി ഒക്കെ ഇരുന്ന് എല്ലാ രംഗത്തും അതിൻ്റെതായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഭംഗിയായി മനോഹരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിത്വം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടുള്ള വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിവിടെ കണ്ണൂർ SN കോളേജ് ആയാലും കൊല്ലം SN കോളേജ് ആയാലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും അതൊക്കെ തന്നെ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എടുത്ത ശ്രമം, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന്റെ ആ തന്മയത്വമാണ് അദ്ദേഹം കാണിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പിലാക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറേണ്ടി വന്നു. ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ജില്ലയ്ക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ഈ കണ്ണൂരിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമായി ഞാൻ കാണുകയാണ്. അതിന് പ്രിയപ്പെട്ട നമ്മുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഏറെ ബഹുമാനനായ നമ്മുടെ MP അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മഹേഷും ഉൾപ്പെടെയുള്ളവരെത്തി എന്നുള്ളതും അതിന്റെ മഹത്തരം വർദ്ധിപ്പിക്കുന്നു എന്നതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സുദീർഘമായ ചടങ്ങില് ആശംസകൾ അറിയിക്കാൻ ബഹുമാനിയായ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിരാസുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇനിയൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നറിയാം, എന്നാലും രണ്ടു വാക്ക് പറയുകയാണ്. കാരണം ഇന്ന് R. ശങ്കറിന്റെ 117ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ വളരെ അഭിമാനത്തോടും അതിലേറെ അഹങ്കാരത്തോടും കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം കണ്ണൂരിൽ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു R. ശങ്കറിന്റെ പ്രതിമ എന്ന് പറയുന്നത്. ആ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി കണ്ണൂർ കോർപ്പറേഷൻ പലതവണ പദ്ധതി ആസൂത്രണം ചെയ്ത് പ്രൊജക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി സർക്കാരിന്റെ അംഗീകാരം ലഭിക്കാത്തതിന്റെ കാരണം അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് എന്തോ ആ പ്രതിമ കണ്ണൂരിൽ സ്ഥാപിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹത്തിന്റെ പുറത്ത് വളരെ ആത്മാർത്ഥമായി പലരോടും അതിന്റെ മുന്നിൽ വേണ്ടി അതിനുവേണ്ടി ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പലരെയും സമീപിച്ചിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ SN ട്രസ്റ്റ് തന്നെ അമ്പല കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് 7 ലക്ഷം രൂപ തരാമെന്ന് ഏൽക്കുകയും അങ്ങനെ ആ വാശിപ്പുറത്തായിരുന്നു ഞാൻ അത്ര ആത്മാർത്ഥതയോടുകൂടി ആ ഒരു പ്രൊജക്ട് പൂർത്തീകരിച്ച് ഇന്ന് കണ്ണൂരിന് അഭിമാനമായി ഇന്ന് ആ പദ്ധതി അവിടെ ഇന്ന് ആ ഒരു പ്രതിമ കണ്ണൂരിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതിമയായി R. ശങ്കർ ഇന്ന് അവിടെ നിൽക്കുന്നത് ഏറെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ, കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തെ ഉദ്ധരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ ദർശനം കൊണ്ട് SN ട്രസ്റ്റ് രൂപീകരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ച് അത്തരത്തിലൊരു സാമൂഹ്യ പരിഷ്കർത്താവായി നവോത്ഥാന നായകനായി നിലകൊള്ളുന്ന R. ശങ്കറിന്റെ മുന്നിൽ പ്രണാമിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനറൽ സെക്രട്ടറി ശ്രീ T. ജയകൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന നേതാക്കളെ, ശ്രീ R. ശങ്കറിന്റെ ജന്മദിനം ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം വിപുലമായ രീതിയിൽ ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ്. അദ്ദേഹം കണ്ണൂരിന് നൽകിയ സംഭാവനയും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നൊരു MP ആയി കേരള രാഷ്ട്രീയ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ നാട്ടിലെ വികസനത്തിനും വേണ്ടി നേതൃത്വം നൽകി മുന്നോട്ട് പോയ ഒരു മഹാൻ വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ഓർമ്മദിനം, അദ്ദേഹത്തിന്റെ ജന്മദിനമൊക്കെ വിപുലമായ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ച സാഹിതിയെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി എത്ര അഭിനന്ദിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.
ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ കോക്കിരിക്കാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യ നേതാക്കന്മാരെ, സുഹൃത്തുക്കൾ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആ ശങ്കരന്റെ 117 ജന്മദിനം ഇന്ന് കേരളത്തിലെ ഓളം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും സാംസ്കാരിക സൈനിയുടെ നേതൃത്വത്തിലുമൊക്കെ വിപുലമായ രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും അഭിമാനത്തക്ക രീതിയിലുള്ള ഈ പരിപാടി സംഘടിപ്പിച്ച സാംസ്കാരിക സമിതിയെ 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അഴീക്കോട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കുമാർ. ഏറെ പ്രിയങ്കരനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട CR മഹേഷ് MLA, പ്രിയപ്പെട്ട MP ശ്രീ K സുധാകരൻ, പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകർ, സാമൂഹിക പരിഷ്കർത്താവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം KPCCയുടെ പ്രസിഡന്റുമായ ഏറെ പ്രിയങ്കരനായ R ശങ്കർ അവരുടെ ഈ ജന്മദിനത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പരിപാടി സംഘടിപ്പിച്ച സാംസ്കാരിക സമിതിയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരെയും വിളിച്ചതുകൊണ്ട് ഈ ആശംസയിൽ പേരുള്ള ഞാനാണ് എന്നെ എടുത്തത് സംസാരിക്കുന്നത്. കൂടുതലായി ഒന്നും DCC പ്രസിഡന്റ് നേരത്തെ എന്നോട് ചോദിച്ചുകൊണ്ടുണ്ട്, നിങ്ങൾ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ നിമിഷങ്ങളാണ് ഇപ്പോൾ പിന്നിട്ടിട്ടുള്ളത്. കാരണം സംസ്കാര സാഹിത്യയുടെ ആവിർഭാവം മുതൽ ഈ സംഘടനയുമായി ഒത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ കാലയളവിൽ ഇത്രയും നേതൃ സമ്പന്നമായ, സമാരാധനും പ്രിയങ്കരമായ നേതാക്കളെ കൊണ്ട് സമ്പന്നമായ ഒരു സദസ്സ് എനിക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഞങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ CR മഹേഷ് MLA ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം. എല്ലാ അടിത്തട്ടിലും ഈ സംഘടനയെ വിപുലപ്പെടുത്തുന്നതിന് ഭാഗമായി അദ്ദേഹത്തിന്റെ കർക്കശമായ നിലപാടുകളും നിർദ്ദേശങ്ങളുമാണ് സംഘടനയെ ഇത്തരത്തിൽ ചലിപ്പിക്കുവാനും ജനഹൃദയങ്ങളിൽ എത്തിക്കുവാനും സാധിച്ചിട്ടുള്ളത് എന്ന് കണ്ണൂരിന്റെ മണ്ണിൽ വെച്ച് വളരെ സന്തോഷപൂർവ്വം ശ്രീ CR മഹേഷ് MLA അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം പല പരിപാടികൾക്ക് അദ്ദേഹത്തെ ഞങ്ങളിവിടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ കർത്തവ്യ നിർവഹണത്തിന്റെ പ്രഭവ കേന്ദ്രമായ തന്റെ നിയോജക മണ്ഡലത്തിലെ പുഴലും തുരുമ്പിലും പുല്ലിലും പുൽക്കൊടിയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനകീയ MLA ആയതുകൊണ്ട് പലപ്പോഴും പറഞ്ഞ ദിവസം അദ്ദേഹത്തിന് പലപ്പോഴും പരിപാടി യാത്ര റദ്ദ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മഹാനായ R ശങ്കറുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് എനിക്കൊരു ചെറിയ സംശയമുണ്ട്, അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ എന്ന് സംശയമാണ്. കാരണം രാവിലെ കേട്ടിട്ടുണ്ട്. കാരണം നിയോജക മണ്ഡലത്തിലെ നാനാ വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾ ഒരു ദിവസം MLA കണ്ടില്ലെങ്കിൽ അവരുടെ ആകാംക്ഷ അതിൽ പ്രതിഫലിക്കുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്രയും ജനകീയനായ സംസ്ഥാന രാഷ്ട്രീയം ഏറെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു പ്രതിഭാശാലിയായ, കലയെയും സാഹിത്യത്തെയും കലാപ്രവർത്തകരെയും ഏറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ഞങ്ങളൊക്കെ നാടകം അവതരിപ്പിക്കുന്നതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബഹുമാനായ ശ്രീ CR മഹേഷ് MLAക്ക് ഒരു ഹൃദയാഭിവാദ്യം കണ്ണൂരിന്റെ പേരിൽ അർപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു കർത്തമായി കരുതുന്നത്. ബഹുമാനപ്പെട്ട MP ഇവിടെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ഒരു കോണിൽ നമ്മൾ കടാവിളക്കായി എന്നും ജ്വലിച്ചു നിൽക്കുന്ന മഹാനായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് കണ്ണൂരിന്റെ പ്രിയങ്കരനായ MP ശ്രീ K സുധാകരൻ. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹവും ഏറെ ചരിത്രസ്ഥിതിയിൽ ഇവിടെ എത്തി. ബഹുമാനപ്പെട്ട സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC അദ്ദേഹം നിറഞ്ഞ മനസ്സോടുകൂടി ഇവിടെ ആ തിരക്കുകൾക്കിടയിൽ ഇവിടെ എത്തി. ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയായി എത്തിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന സമാരാധനായ നമ്മുടെ നേതാക്കന്മാർ എല്ലാവരും തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരാൽ സമ്പന്നമായ ഒരു സദസ്സ് ഒരുക്കിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണൂരിന്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു കരുത്തുറ്റ നേതൃനിരയിലുള്ള ഒരു വ്യക്തിത്വമായ ശ്രീ K പ്രമോദ് എന്ന സംസ്കാര സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ അക്ഷീണമായ പ്രവർത്തനമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.
നന്ദി പ്രകാശിപ്പിക്കുവാൻ ഈ ജില്ലയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന ഈ അടുത്ത ദിവസം ഒരാഴ്ചക്കാലമായ കണ്ണൂർ ജില്ലയിൽ തന്റെ ചിത്ര പ്രദർശനം നടത്തിയ ഗാലറിയിൽ നിന്ന് ഒരുപാട് ആളുകളെ ആകർഷിച്ച മഹത്തായ ചിത്രങ്ങൾ അദ്ദേഹം ആ ഗാലറി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ ചിത്രകാരനും കണ്ണൂർ ജില്ലാ സംസ്കാര സാഹിത്യ ചെയർമാനുമായ ശ്രീ സുരേഷ് കൂത്തോറമ്പിന് നന്ദി പ്രകാശിപ്പിക്കാൻ ഇവിടെ വിളിക്കുന്നതിന് മുൻപായി സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ വി വി വിജയനുണ്ട്, ജില്ലാ ജനറൽ കൺവീനർ ശ്രീ ആനന്ദ് നാറാത്തുണ്ട്, നേരത്തെ ഇവിടെ കോഴിക്കോട് നിന്ന് എത്തിച്ചേർന്ന ശ്രീ സുനിൽ മടപ്പള്ളി അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുവാൻ ശ്രീ സുരേഷ് കൂത്തോറമ്പിനെ സ്നേഹം കുടുംബം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, സംസ്കാര സാഹിതി രണ്ടാമത് നടത്തുന്ന 117ാമത് ശ്രീ ശങ്കർ അനുസ്മരണം എന്തുകൊണ്ടും അതിസമ്പന്നമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്കാര സാഹിതിയുടെ സംസ്ഥാന നേതാവ് പ്രത്യേകിച്ച് CR മഹേഷ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പരിപാടിക്ക് പല പരിപാടികളും ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ ബാഹുല്യമായ തിരക്ക് കാരണം എത്താതിരിക്കുകയും എന്നാൽ ഇന്നത്തെ ഈ പരിപാടിക്ക് പ്രത്യേകിച്ച് ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ സർ നേരത്തെ ഇവിടെ എത്തിച്ചേരുകയും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഈ അതിസമ്പന്നമായ സദസ്സിൽ ഞങ്ങളുടെ സംസ്കാര സാഹിത്യത്തെ മുഴുവൻ 11 നിയോജക മണ്ഡലങ്ങളിലെയും ചെയർമാൻമാരും വൈസ് ചെയർമാൻമാരും മെമ്പർമാരും ഇവിടെ സജ്ജീകരായിട്ടുണ്ട്. പഴയ സംസ്കാര സാഹിത്യത്തിലെ മെമ്പർമാരുണ്ട്. എല്ലാം കൊണ്ടും അതിസമ്പന്നമാണ്. ഞാൻ വളരെ ചുരുക്കി പറയാം. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച